കുത്ത ആരാ അവസ്ഥ എന്ന് പറഞ്ഞാരാ എന്നെ പണ്ടാനാ ഇത് എന്നെ നീയൊക്കെ നമ്മടെ പിള്ളേരെ ഓർത്ത് കൊണ്ടുപോയി നമ്മളങ്ങ് ഉണ്ടാക്കാൻ വെച്ചാണ് നീയൊക്കെ അങ്ങ് ഈ ജിജിയുടെ ഫുൾ ഫോം എന്താണ് അവരെ റേഡിയോയില് ഗണ്ണേവിന്ന് പറഞ്ഞു പിന്നെ എന്താ റേഡിയോയിലുണ്ടല്ലോ അവൻ മാത്രല്ല ഇതാ ഇവൻ ഡിസ്ട്രോയ് എല്ലാരും ആരും അനക്കൊന്നുമില്ല. ഹലോ ഹലോ അല്ലെ ഏബിളിനോട് ഡെസ്ട്രോയും SRKയും പറഞ്ഞ ആരെ ഗണ്ണേമിയാണ് എവിടെയാടാ എനിക്കറിയത്തില്ല എന്നോട് TV ഷോപ്പ് എന്ന് പറയാം അവിടെ ആരുമില്ല ഞാൻ ഫുള്ള് പോയി നോക്കി അപ്പൊ ബ്ലഡ് വല്ലതും ഉണ്ടായിരുന്നാ ആരുടെ ആരാ അവസ്ഥ എന്ന് പറഞ്ഞാരാ SRK എന്റെ പോയി എനിക്കറിയില്ല Eat 5 star, do nothing. Eat protein, do something. നമ്പറില്ല ഹലോ ഹലോ SRK പ്രാങ്ക് ചെയ്യോ ഞങ്ങള് തന്നെ ഇത് പ്രാങ്ക് ചെയ്യോ ഓക്കെ എന്താ സീനുണ്ട് നമ്മളോട് ഈ പറക്കള കഴിവുണ്ടെന്ന് കണ്ടാ ഇതെന്താ ഹലോ നിങ്ങൾ സെറ്റ് പറഞ്ഞ മനസ്സിലാവില്ല എനക്ക് അവന്മാര് റെഡി കയറി പറഞ്ഞ് ഹലോ അതെ ബ്രോ ഒരു ടീം ബ്രോ ടിവിനെ അടിക്കാന്ന് പറഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു. ആരാ GGA എന്നൊന്നങ്ങനെ പറഞ്ഞ കമ്പൻ വേറെ സ്കീമാണ്. രണ്ട് മൂന്ന് പേര് എന്നെ പിടിച്ച് മണി ടർഫിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ കോലീഡറിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ അവന്മാര് പറഞ്ഞ് എന്നിട്ട് എന്തോ പ്രീവാർ വിളിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയി. എന്ത് ചെയ്യണം? ആരാ ഏത് ഗ്യാങ്ങാ? എനിക്കറിയത്തില്ല. മണി ടർഫ് വിളിക്കാൻ വരട്ടെ അങ്ങോട്ട് വരാം. ചന്ദ്ര അവന് ചന്ദ്രകാരൻ ഊസി പൊട്ടുന്നു. എനിക്കറിയത്തില്ല. ഞാൻ ഡ്രസ് മാറാൻ ചെന്നപ്പോ എന്നെ ഗണ്ണയും ചെയ്ത് എന്നെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി. ഞാൻ വിളിക്കാൻ വരാം. എവിടെയുണ്ട് സാർക്കെ? മണി ടർഫ് ഉണ്ട്. എന്താ പറ? എവിടാ? അങ്ങോട്ട് പോയി ഇവിടുന്ന് അങ്ങോട്ടാ പോയത്. അവൻ ഈ സിറ്റിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പാപ്പം നിനക്ക് പിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരും അവനെ. പിടിക്കണം. ഇതാരാന്ന് വരും. എന്തിന് നമ്മുടെ വണ്ടിയാണ്. ഇറങ്ങി അല്ലെങ്കിൽ മരി കേറി
അവന്മാര് ഇറങ്ങി ആ, അവന്മാര് ഇറങ്ങി ആ വിളി ഇന്ന് ഹെൽമെറ്റ് ഒന്നും അടിച്ചങ്ങ് ഉറക്കം അടിച്ചങ്ങ് കിടത്തവന്മാരെ കിടത്ത് കറങ്ങാൻ റൈറ്റ് കറങ്ങാൻ അങ്ങോട്ടേക്ക് എവിടെ പോന്ന് നിങ്ങള് വാടാ പാർക്കിങ്ങിലോട്ടാ അത്രേ ഉള്ളൂ ബോസണ്ണ റൈറ്റ് ഇറങ്ങ അവന്മാരിവിടെ അവന്മാര് വണ്ടി എടുത്ത് പോയാ പോയോ അറിയത്തില്ല ആ വണ്ടി ഈ ആംഗിൾ ഇത് എന്ത് ഡ്രസ്സറാടെ എന്നെ ആരെ പിടിച്ച് കൈ വെച്ചാട്ടെ ഇന്നലെ ഗ്യാങ് ഹൗസിൽ കിടന്നപ്പം ബോസണ്ണ നീ ഹെൽമെറ്റ് ഇല്ലാതെ ഓടി വരുന്നുണ്ട് റീഫ്രഷ് അടിയാ റീഫ്രഷ് അടിച്ചിട്ട് ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല അടുത്തുള്ള വളവിലുള്ള ഏതൊരു ഡ്രസ് ഷോപ്പിൽ നിർത്തി ഹെൽമെറ്റ് ആരെങ്കിലും എടുത്തെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാണ്ടടി മീക നമ്മളുണ്ട് ഇറങ്ങാം സൗണ്ട് തന്നെ എടാ ഡെസ്ട്രോ എங்கே இருக்கடா എടാ ബാക്കിയുള്ളവർ എവിടെ ഇരിക്കുന്നു നമ്മുടെ ഒരു ഗ്യാങ് എന്താ ഇല്ല ഞാൻ ദാ ഞാൻ ഡ്രസ് 792 ഡ്രസ് നീ പെട്ടെന്ന് ഡ്രസ് ഇട്ടേ എല്ലാം ചാവാൻ ആ പൊലയാടി മോനെ നീ തീരാനാ എന്നെ പണ്ടാനാ ഇത് എന്നെ അവര് പുറകെ പെട്ടെന്ന് കേറണേ വണ്ടി ദൂരത്ത് പോലെ ആ വരുന്നുണ്ട് എന്നെ തല്ലിക്കൊണ്ടു നിങ്ങളെല്ലാരും കറങ്ങി ഒന്ന് കേറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം നമ്മള് കുത്തുക ആരും മൈൻഡ് ആയിരിക്കും കുത്ത ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മള് നമ്മള് കളിച്ചതേ ചെകുത്താനോടാ അത്രയുള്ള ഇവിടെ തന്നെ വണ്ടിക്ക് അറിഞ്ഞല്ല ചെകുത്താനാണ് കാത്തിരിക്കണേന്ന് തരത്തി പോയി കളിയാടാ മച്ചു നമ്മളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ മച്ചു തരത്തി പോയി കളി ദൂരത്ത് ഒരിക്കലും പോലെ നീ ഇത്ര നാൾ വാറെടുത്ത് പെട്ടെന്ന് കേറാനോട് ഇപ്പൊ പരിപാടി ബോസണ കയറുന്നതിന് അടുത്തൊക്കെ ഞാൻ കയറും ഡോണ്ട് വെറി ആ കുത്തി ഇവിടെ കുത്തി ബോസണ ലെഫ്റ്റ് ഇറങ്ങി അടിയായിരുന്നു അമ്മ ആംഗിൾ കുത്തിട്ട് നമ്മള് നീ കോൾ തുറക്കണ്ട നീ വെയിറ്റ് ചില്ല നമുക്ക് ഡീൽ ചെയ്യാന്നുള്ള കേസുള്ളത് എന്ന് എല്ലാരും റീഫ്രഷ് അടിച്ചേ ടീം ഫെയർ വല്ല അടിച്ചാരില്ലേ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ പാവം കിട്ടും വണ്ടിക്കകത്ത് കേറല്ലേ ബോസണ കേറ് ബോസണം കയറാതെ പറ്റൂലേ നീ അല്ല അമ്മ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യാം അടിച്ചിട്ട് കേറണേ ഇല്ലാക്കല്ലേ കാര്യങ്ങൾ വേഗം പോയി പൊസിഷൻ ചേഞ്ച് ചെയ്തവന്മാര് ഒരു വണ്ടന്മാരല്ല വണ്ടി എടുക്കുന്നത് അറിയാവുന്ന പിള്ളേരാണോ അത് ആരാ SRK തൊട്ടിട്ട് അവന്മാരങ്ങനെ ചുമ്മാ അങ്ങനെ സിറ്റി കൂടി നടക്കില്ലല്ലോ റിപ്പയറിൽ വെക്കാം ബാക്കി കൂടെ പോയി ഇപ്പൊ ബാക്കി കൂടെ പോയി ഇപ്പൊ ഞാൻ കണ്ടത് ആവിയായ അവിടെ നിക്കാം താഴെ
ഒരു അടി മുതുക്കിൽ. ഇത് നമ്മളാണോ? നീയൊക്കെ വീടിന്റെ ബാക്കിലോട്ട് ഈ വീടിന്റെ ആണോ വീടിന്റെ ബാക്കിലോട്ട് അടി 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 എവിടാ പോയെ കണ്ടായിരുന്നാ? ഇങ്ങോട്ടാ വന്നേ കണ്ടില്ല പിന്നെ കണ്ടില്ല. എവിടാ നിങ്ങൾ കാണുന്നില്ല. സിറ്റുവേഷനിലാണോ? ഹലോ പിങ് കഴിഞ്ഞ എവിടാ എല്ലാത്തിനും പറക്കണ എല്ലാത്തിനെയും എന്നെ വെടിവെച്ച് കേട്ടോ നിങ്ങളൊക്കെ. അമ്മാരങ്ങ് നമ്മളങ്ങ് ഒലത്താന്ന് വിചാരിച്ചു. സത്യം നീയൊക്കെ ആര് എല്ലാത്തിനും എന്റെ ചെറുക്കനെ തുറന്ന ജിജിയെ ഗ്യാങ്ങിന്റെ അണ്ടി വലിച്ചെറ എല്ലാത്തിനെയും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആ നീയൊക്കെ നമ്മടെ പിള്ളേരെ കൊണ്ടുപോയി നമ്മളങ്ങ് ഉണ്ടാക്കാൻ വെച്ചാടാ നീയൊക്കെ ആ ഒലത്തല്ലേ നമ്മളങ്ങ് ഒലത്തല്ലേ കേറിയങ്ങ് കേട്ടാ. നമ്മള് കൊറേ ഒലത്തിട്ട് ഇവിടെ എത്തിയത് കേട്ടാ. അവന്റെയൊക്കെ ഷോ വണ്ടി എടുത്ത് പോവാന്നല്ലേ. സോറി ഇട്ടില്ലെങ്കിലേ എല്ലാരും കത്തിക്കുവേ ഇപ്പൊ അവിടെ പാവ സിറ്റിസൺ ആണെന്ന് പറഞ്ഞ എഴുതി വെക്കുന്നുണ്ട്. ആ സിറ്റിസൺ ആണെങ്കിലും സംസാരിക്കണേ. നീയാ മച്ചു സുഖാണോ? ഓ സുഖം. എന്തൊക്കെ വിശേഷം? ഒറ്റ സെക്കൻഡ് സോറി അല്ലാണോ? സോറി അല്ലെ കത്തിക്കിപ്പോ സോറി കിട്ടുന്ന മതിയെ. നിനക്ക് സോറി മതിയാ? സോറി ആ സോറി അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ ഇപ്പൊ കത്തിച്ചാ വിടും. സോറി സാർക്ക് അടുത്ത സോറി സോറി എണ്ണ. ആ അടുത്ത സോറി എനിക്ക് സോറി ആണോ? അത്രേ ഉള്ളു. നീയൊക്കെ കളിച്ചത് ചെകുത്താനോടാ. ചെകുത്താനോട് പടാ ഒന്ന് വണ്ടി കയറേ. അടിച്ചങ്ങ് തൊലച്ചില്ല നമ്മള്. നമ്മ എല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ള പേമര എല്ലാം നമ്മുടെ കൂട്ടത്തില് എഴുതി വെച്ചിട്ടുണ്ട് അതില് ജിജി എന്ന്. നല്ല അഭിനയം കേട്ടോ. നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. നല്ല മികച്ച അഭിനയത്തിനുള്ള അവാർഡ് കൊടുക്കണം കൂടുള്ളവന്മാർക്ക്. സത്യം ബ്രിജിന്റെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. കത്തിപ്പോയിതോ അന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാത്തിനും അങ്ങ് കത്തിച്ചങ്ങോട്ട് കൊന്നോട്ടോ അവിടെ. പ്രശ്നമായേ. ഹലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലേ? ഓക്കെ നിക്കണ്ട. എന്താ പ്രശ്നം? കേറി എന്താ പ്രശ്നം? അപ്പൊ ആരൊക്കെ നമ്മളെ സർക്കാർ തൊട്ട് അമ്മരൊക്കെ വാരി എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. നീകാ ചത്ത കൂട്ടത്തിൽ ഡസ്റ്റോ അതിലൂടെ പോയതാരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നാ? എടുക്കോ? അല്ല SRK അല്ലേ?
അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ രണ്ടു വണ്ടിയില്ല ഇതിപ്പോ ആരത് ആരാന്നോടാ ആരൊക്കെയാണ് ആരത് ആരത് ആരായിട്ട് നമ്മളെ അടിച്ചല്ല മനസ്സിലായില്ല നിനക്ക് ഇച്ചിരി ബുദ്ധിയില്ല അപ്പൊ കൂട്ടുകാരാ നിനക്ക് നമ്മുടെ കോലങ്ങൾ ഞാനൊക്കെ പ്യുവറാണ് ഞാനൊക്കെ പ്യുവറാണ് പ്യൂർ കാണിച്ചാണ് പ്യുവർ നീ എന്ത് സംഭവം എടാ സംഭവം ഇത് LX പറഞ്ഞ് സ്ക്രിപ്റ്റഡ് ആണെന്നെന്തോ സംഭവം എന്തോ SRK തട്ടിക്കൊണ്ടോ എന്തോ പ്ലാനിങ് എന്തോ ഇതാണ് സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ട് SRK തട്ടിക്കൊണ്ട് എന്തോ പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് SRK പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ചേസ് ചെയ്ത് വെടിയൊക്കെ വെച്ച് പിന്നെ ഇതൊരു വെടിയപ്പ് സിറ്റുവേഷനിലിട്ട് പോയി പിന്നെ നമ്മള് അവര് ഡൗൺ ആയി അടിച്ച് ഡൗണാക്കി അതാണ് സംഭവിച്ചത് നിങ്ങൾ എത്ര പേര് 3-4 പേരാ അവര് വണ്ടി കുരിക്കട്ടെ ആദ്യം അടി നല്ലോണം കിട്ടിയാണ് ഞാനറിയാല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സാർ അപ്പൂട്ടാ ശരിയാ ചന്ദ്ര ഒരാള് നിന്നാ പോലെ ചന്ദ്ര ചൂട അത്ര ചങ്കര മാരണം അല്ല അങ്ങനെയല്ലല്ലോ അതെ ലിറിക്സ് മാറിപ്പോ ചന്ദ്ര ലിറിക്സ് മാറിപ്പോ കുറച്ച് കഴപ്പേ കാണിക്കുന്നേ ഈയിടെ ഇത് കുറച്ച് ഇതൊക്കെ റിയൽ ലൈഫിൽ നമുക്ക് തലയില്ല തല അവിടെ ഒട്ടിയിരിക്കണ്ടോ ഇതെന്തത് ഇത് വണ്ടിക്ക് നമ്മളെ വണ്ടി കുറച്ച് ഇനീഷ്യല് കൂടുതലാണ് അതാ ഇത്ര നോക്കി സ്പീഡ് കുറച്ച് കൂട്ടിയല്ലേ വണ്ടിയില് കൂടിയാ ഇല്ല നോർമൽ ഇതാണ് നോർമൽ കൂട്ടനെ കൂട്ടിയാ ചന്ദ്ര പറഞ്ഞാ മതി നമ്മള് സെർവർ ഓ നമ്മുടെ എത്ര കൂട്ടറോ 800 ആക്കണോ ചന്ദ്രു പറഞ്ഞ ഇപ്പാക്കണ അടുപ്പിലേക്കിടെ വേണ്ട വേണ്ട അജിനറബില് ഞങ്ങള് എത്തി കേബിയുടെ ഗ്യാങ്സേ അല്ല ഗ്യാങ്സ് വണ്ടി വരാൻ പറഞ്ഞു നീയല്ല പറഞ്ഞ അല്ല SRK കാണാൻ വന്നിപ്പോണ്ട് തല്ലി തന്നെയാണ് കൊട എടുത്തേ ചൂട ശിവശങ്കര പാർവതി ഈ പാട്ട് എവിടെ നിന്നാ വായില് തന്നെ നീയല്ലടാ പാടിയേ കൊറേ സമയം ആയില്ലേ എടാ അവിടെ ഒരു ഇടിയുണ്ടായി ഒരു 3-4-5 പൈമാരുണ്ട് സീനെന്താ സീനാണോ അതന്നെ ജിജിയോ അവരടിച്ചു വിട്ടല്ലോ അമ്മരെ ചന്ദ്രനെ കാണണം ഈ വരുന്ന വഴിക്കെല്ലാം ആളെ ഇടിച്ച് കൊന്നിട്ട് വരിക അല്ല നമ്മളെ ഇടത്തെ സൈഡ് ചേർന്നിട്ട് ചന്ദ്രന്റെ വലത്തെ സൈഡിലേക്ക് മാറിയിക്കാൻ പറ ഇടത്തെ സൈഡ് കാണും ഇടത്തോട്ട് മാറിക്കടാ നീയൊക്കെ സംസാരിക്കുമ്പോ ചന്ദ്രന്റെ ഇടത്ത് നിന്ന് സംസാരിക്കണം മനസ്സിലായോ ഹലോ കേക്കാം പറഞ്ഞോ നമുക്കപ്പോ ഇങ്ങനെ പ്രീവറായിട്ട് കണ്ടിന്യൂ ആണ് താല്പര്യം സാബു എല്ലാം കണ്ടായിരുന്നു പൊക്കത്തിരുന്നു അപ്പൊ അവർക്ക് പിന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതൊക്കെ തീർത്ത് കളയാം അങ്ങനെയാണെങ്കിൽ പ്രീവാർ എവിടെ വെച്ചാ പ്രീവാർ എപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആരെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല മുട്ട വറക്കോളാം നമ്മളടിക്കാൻ നമുക്കെല്ലാം പോകും ഏത് ഹെവി വാണിങ്ങുന്നു നമ്മുടെ അടുത്തോട്ട് ഇറക്കല്ലേ വാണിങ്ങുന്നു നമ്മളെ അതൊക്കെ വാണിങ്ങിനൊക്കെ എടുത്ത് മാറ്റിട്ടേ പൂച്ചടക്കം അടിച്ചു വന്നാൽ കത്തിക്ക് നമ്മളെ നിങ്ങള് പ്രീവാർ എപ്പോഴാന്ന് പറ ബാക്കി നമ്മൾ നോക്കിക്കോളാം നാളെ പ്രിയോർ വെക്കാം നാളെ
10 റിക്രൂട്ട് കൊടുത്ത് ഹെവി ലൈനപ്പ് പറഞ്ഞു 10 റിക്രൂട്ട്മെന്റ് അടിക്കാൻ വേണ്ടി മാത്രം 10 ആൾക്കാർക്ക് കയറ്റണം. ഹെവി ലൈനപ്പ് ഇവിടെ വന്നിട്ട് വെറുതെ കൊണ്ടാടിക്കണ്ട നമ്മ നാളെ പ്രിവാറിലെ പ്രിയറില് എന്നാ കാണിക്കാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഐജിയിലൊക്കെ ഉണ്ടോ ഐജിയിലൊക്കെ ഉണ്ടോ പേര് പറഞ്ഞോട് പേര് ഐജിൽ പബ്സ് ആണ് നല്ല ഇതായിരുന്നു ഐജിൽ ലീഗ് ആയിരുന്നു കണ്ടായിരുന്നു അവിടെ വണ്ടി നടുക്ക് നിക്കണേ സത്യം 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 സൂപ്പർ പ്ലാൻ ചെയ്യാൻ ടൈം കിട്ടില്ല നിങ്ങളുടെ വണ്ടി ആയിരുന്നില്ല നിങ്ങളുടെ വണ്ടിക്ക് ഒരുക്കോന്നൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ ആദരിക്കുന്നുണ്ട് ഇതൊക്കെ തന്ന് നിങ്ങൾ വലിയ സിനിമ ഇറക്കി ഉണ്ടാക്കിയ വണ്ടി ആയിരുന്നില്ല ഞങ്ങൾക്ക് വിചാരിച്ചു നല്ലോണം പോകുന്നത്. നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ അടികൊണ്ട് വീണ്ടും നീയൊക്കെ ഒരു 400 വീഡിയോ ഉണ്ടാക്കുവാന്നല്ലടാ അതൊക്കെ അല്ലെങ്കിലും വരും ബ്രോ. അത് ഒരു പിക്ക് എടുത്താൽ തോറ്റാലും ഗ്യാങ്കോസിന്റെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടാ നിനക്കൊക്കെ എങ്ങനെ കിട്ടിയടാ ധൈര്യം ഇവിടെ വന്ന് വായത്തിലടിക്കാനായിട്ട് അടിച്ച എല്ലാത്തിനും വിട്ടാലേടാ ഈ ജിജിയുടെ ഫുൾ ഫോം എന്താണ് ജിജിയുടെ ഫുൾ ഫോം ഗജ ഗജാന്തര ലോകം. ഗജ ഗജ സൂപ്പർടാ സൂപ്പർ ശരി അപ്പൊ നാളെ 10 മണിക്ക് വാറപ്പോ എന്തായാലും വാ നമ്മള് എന്തായാലും പോയിട്ട് പ്രാക്ടീസ് ഒക്കെ അടിക്കട്ടെ നമുക്ക് മൊത്തം TDM-ലാവും. നാളെ ഹെവി നാളെ താളം കണ്ടാ മതി കേട്ടോ. കാണണേ നാളെ കാണണേ ഈ പറഞ്ഞവന്മാരൊക്കെ വിട്ടോ അപ്പൊ 15 പ്രീ ഓക്കെ